ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ വാഹനം ഇപ്പൊ പുതിയതായി വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന ദൂരം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്ന് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കാൻ പോവുകയാണ്. കുഞ്ഞോനെ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച തിരുവത്താഴം മുന്നിൽ വെച്ച് നമ്മുടെ സൂപ്രണ്ട് പറഞ്ഞ ദൂരമാണ് MC റോഡിൽ നിന്ന് 200 മീറ്ററും ഗ്രൗണ്ടിൽ നിന്ന് 100 മീറ്ററും, അങ്ങനെ 300 മീറ്റർ ടോട്ടൽ ദൂരമുള്ള പുതിയ അഡ്വാൻസ് കൊടുത്ത ഗ്രൗണ്ടിലേക്ക് നമ്മൾ വാഹനമായി ഒന്ന് പോവുകയാണ്. എത്രമാത്രം ഇതിനകത്ത് സത്യമുണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസ സമൂഹം മനസ്സിലാക്കണം. ഈ ഇത്രയും സൗകര്യപ്രദമായിട്ട് നമുക്കൊരു MC റോഡിനോട് ചേർന്ന് ഇപ്പോൾ തന്നെ നിലവിൽ 6 ഏക്കറോളം ഭൂമിയുണ്ട്. അതിനകത്ത് ഇനിയും നമുക്ക് ഇപ്പോൾ തന്നെ ഈ 3.5 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖകരമായി ഒരു 2-3 ഏക്കറും കൂടി ഇതിനകത്ത് വാങ്ങിക്കാൻ സാധിക്കും. ഇത്രയും സൗകര്യം ഉള്ളപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും ദൂരം പോകുന്നത്? ഇനി എത്ര ദൂരമുണ്ടെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവിടെ നല്ല ഇടത്തോട്ട് ഈ കാണുന്ന വഴിയാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഇവിടെ അത്യാവശ്യം വീതിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വണ്ടിക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. 12 അടി വീതിയാണ് ഇത് കാണുന്നത്. 12 അടി ഇല്ല, ഒരു വണ്ടി കൂടിപ്പോയാൽ 8 അടി വീഴും. 8 അടിയല്ല, ഏകദേശം 10 അടിക്ക് സൈഡിൽ അവര് ഇത് കെട്ടിയേക്കുന്നതുകൊണ്ട് വണ്ടി പോകാനുള്ള 8 അടി വീതിയെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ വളവും തിരിവും ഒക്കെ ആയതുകൊണ്ട് ഇത് കനാലാണ്, ഇതിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, വീതി കൂട്ടാൻ പറ്റത്തില്ല. ഇതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഇത് കനാല് പാലമാണ് ഈ കാണുന്നത്, ഇതിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇച്ചിരി വലിയ വണ്ടികളൊക്കെ കയറി പോകാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. ഒരു വണ്ടി എതിരെ വന്നാൽ നല്ല വണ്ടി ഓടിക്കാൻ അറിയാൻ വയ്യാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് പെട്ടുപോകും. അപ്പൊ ഇവരിത് പോയി വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യഗൗരവത്തോടു കൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഇത് ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടതായിരുന്നു എന്നാണ് എന്റെ ഒരു വിശ്വാസി എന്ന നിലയിൽ എന്റെ അഭിപ്രായം. ഇനി ബാക്കി നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. TJ ഷമുൽ സാറിന്റെ പേര് വെക്കാനുള്ള ഗ്രൗണ്ട്. ഇപ്പോൾ ഇവിടെ വരെ ഏകദേശം 500 മീറ്റർ നമ്മുടെ ഗ്രൗണ്ടിന്റെ അവിടുന്ന് 500 മീറ്റർ ഉണ്ട്. 500 മീറ്റർ ഇന്നലെ പുള്ളി പറഞ്ഞ 300 മീറ്റർ എന്നാണ്. 500 മീറ്റർ ഉണ്ട്. ഇതാണ് ഈ കാണുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇതാണ് 3.25 ഏക്കർ സ്ഥലം എന്ന് പറയുന്ന ഭാഗം ഇതാണ്. പക്ഷേ കയറി വരുന്ന വഴി ഏകദേശം 300 മീറ്ററോളം വഴി വളരെയധികം പരിതാപകരമായ വഴിയാണ്. നമുക്ക് ഇതിനകത്ത് വേറെ സൈഡിൽ കൂടെ ഏതെങ്കിലും ഒരു വഴിയും കൂടെ റിട്ടേൺ പോകാൻ സംവിധാനം ഉണ്ടാക്കിയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാവും. യഥാർത്ഥത്തിൽ ഇതിനേക്കാളും മനോഹരമായ സ്ഥലം നമുക്ക് ആ പറന്തൽ കൺവെൻഷൻ ഗ്രൗണ്ടിനോട് ചേർന്ന് കിടക്കുമ്പോൾ എന്തിനാണ് ഈ ഒരു ബുദ്ധിമോശം കാണിച്ചത് എന്നുള്ളതാണ് വിശ്വാസി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതൊരു വീണ്ടും വിചാരമില്ലാത്ത, ഒരു ഫോർകാസ്റ്റിംഗ് ഇല്ലാത്ത ഒരു തീരുമാനമായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് MC റോഡിൽ അത്രയും മനോഹരമായ രീതിയിൽ ഒരു 6 ഏക്കർ ഭൂമി നിലവിൽ കിടപ്പുണ്ട്. അവിടെ 3 ഏക്കർ നമുക്ക് വീണ്ടും വാങ്ങിക്കാനുള്ള സൗകര്യം കിടക്കുമ്പോൾ ഒരു 2 ഏക്കർ വാങ്ങിച്ചാൽ പോരെ? ആ 2 ഏക്കർ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ സൗകര്യമാവും. അതെന്താണ് ഇവർ അങ്ങനെ ആ ഒരു രീതി ചിന്തിക്കാഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് TJ ഷമുൽ സാറിൻ്റെ ഫലകം ഇവിടെ വെക്കാൻ പറ്റാത്തത് കൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ പുതുതായിട്ട് വാങ്ങിക്കുന്ന ഒരു 2 ഏക്കറിനകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പതിപ്പിച്ച ഒരു വലിയ ഫലകം അവിടെ സ്ഥാപിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ, ആരും എതിർക്കുന്നില്ലല്ലോ.